പാകിസ്ഥാൻ യുവാവുമായി വാട്സാപ്പിലൂടെ നിരന്തരം ബന്ധപ്പെട്ടു. ബംഗാൾ സ്വദേശിയെ ബേപ്പൂരിൽ നിന്നും പിടികൂടി. പാക് ബന്ധമാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്? അതുമാത്രമല്ല, യൂട്യൂബ് ചാനൽ വഴിയുള്ള വാട്സാപ്പ് ചാറ്റ് അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിൽ സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാഴ്ത്തുന്ന സംഭവ വികാസമായി മാറുമ്പോൾ കോഴിക്കോട് ഹാർബർ പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, വിശദമായ അന്വേഷണവും ആരംഭിച്ചു. ഉച്ചയോടെയാണ് ഹാർബറിൽ എത്തിയ യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയെന്ന് തുടർന്നുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകിയ മറുപടികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണം കൂടുതൽ ഗൗരവമായത്. ബോട്ടിൽ ജോലിക്കായാണ് ഇയാൾ എത്തിയതെന്നും യുവാവിന്റെ ആദ്യ വിശദീകരണം പുറത്തു വന്നത്. എന്നാൽ ഏത് ബോട്ടിലാണെന്നോ ആര് വിളിച്ചിട്ടാണോ താൻ ഇവിടേക്ക് എത്തിയതെന്ന് യുവാവ് വ്യക്തമായി തന്നെ പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് പറയാൻ കഴിഞ്ഞില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ സംശയം ശക്തമായ പോലീസ് ആകട്ടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇയാൾ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് എന്നും ആധാർ കാർഡിലൂടെ തന്നെ തിരിച്ചറിയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഇത് വ്യാജ ആധാർ കാർഡാണോ, ഈ ഒരു വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ യുവാവ് ബംഗ്ലാദേശി സ്വദേശിയാണോ എന്നതും ഇവിടെ പോലീസ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തുടർന്ന് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. തനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും അതിലൂടെയാണ് പാകിസ്ഥാൻ സ്വദേശിയുമായി പരിചയപ്പെട്ടതെന്നും പിന്നീട് വാട്സാപ്പ് വഴി ഇരുവരും ആശയവിനിമയം നടത്തിയതായും യുവാവ് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിശദീകരണം അന്വേഷണ സംഘം പൂർണ്ണമായും തന്നെ വിശ്വസിച്ചിട്ടില്ല. യൂട്യൂബ് പരിചയം മാത്രമാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. യുവാവിന്റെ മൊബൈൽ ഫോൺ, വാട്സാപ്പ് ചാറ്റുകൾ, കോൾ റെക്കോർഡുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, യാത്രാ വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇയാൾക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ടോ എന്നും അടുത്തിടെ തന്നെ ആരുമായൊക്കെ തന്നെ ബന്ധപ്പെട്ടു എന്നതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല, സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഹിറോക്ക് അസിസ്റ്റൻസ് കമ്മീഷണറായ എം പ്രേംജിത്ത് ആകട്ടെ യുവാവിന്റെ രേഖകളും മൊബൈൽ ഫോണുകളും വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് എന്നും നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും അറിയിച്ചു. ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ച ശേഷമേ സംഭവത്തിന്റെ യഥാർത്ഥ കാര്യം എന്താണ് എന്നത് വ്യക്തമാവുകയുള്ളൂ. അടുത്ത കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മെസ്സേജിംഗ് ആപ്പുകളിലൂടെയും വിദേശ പൗരന്മാരുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സംഭവം സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ യുവാവിനെതിരെ ഇതുവരെ തന്നെ ഔദ്യോഗികമായി ഒരു ചാരവൃത്തി, ഭീകരബന്ധം തുടങ്ങിയ കുറ്റങ്ങളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല. അതിനാൽ തന്നെ അന്വേഷണ ഫലം കൂടുതലായി നിർണായകമാക്കുക. ഹാർബർ പോലുള്ള അവിടെ തന്ത്രപ്രധാന മേഖലയിൽ സംശയാസ്പദ സാഹചര്യത്തിൽ യുവാവ് എത്തിയതും പാകിസ്ഥാൻ സ്വദേശിയുമായി വാട്സാപ്പ് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തലും അന്വേഷണത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നതായി തന്നെ സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമേ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രം പുറത്തുവരികയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.